ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്നത് നീതിന്യായ സംവിധാനത്തിലെ വിശ്വാസം ഊട്ടിയുറപ്പിക്കും വിധമുള്ള ഹൈക്കോടതി ഇടപെടലുകളാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത് മുതൽ ഈ ഇടപെടൽ കാണാം. കഴിഞ്ഞ 5 മാസത്തിനിടയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട 5 വിഷയങ്ങളിലാണ് അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അനുമതിയില്ലാതെ ശബരിമലയിലെ ദ്വാരപാലക പാളി സ്വർണം പൂശാൻ കൊണ്ടുപോയി എന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ എത്തിയത് 10/9/2025. എന്നാൽ കേവലം അനുമതിയുടെ പ്രശ്നമായി മാത്രമല്ല ദേവസ്വം ബെഞ്ച് അതിനെ കണ്ടത്. വിശദമായ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തുവന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകി. കട്ടിളപ്പാളിയിലും ദ്വാരപാലക ശില്പത്തിലെയും സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇപ്പോൾ കോടതിയുടെ നിയന്ത്രണത്തിലാണ് ആ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആരെല്ലാം പെടുമെന്ന് കണ്ടറിയണം. ഒരു പ്രതി പോലും രക്ഷപ്പെടില്ലെന്ന ഉറപ്പും ദേവസ്വം ബെഞ്ച് കൃത്യമായി നൽകുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPIM-ന്റെ പ്രമുഖ നേതാക്കൾ അറസ്റ്റിലായി. ഈ വാർത്ത കേട്ട് നാട് നടങ്ങിയിരിക്കുമ്പോഴാണ് ശബരിമലയിൽ നിന്ന് മറ്റൊരു അഴിമതിക്കഥ പുറത്തു വന്നത്. ആടിയെന്ന ശിഷ്ടം വിൽപ്പനയിൽ ഗുരുതര ക്രമക്കേടെന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് എത്തി. പ്രാഥമികമായി കണ്ടെത്തിയത് 36 ലക്ഷം രൂപയുടെ തിരിമറി. ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു. ഇതിന് പിന്നാലെയാണ് ആടിയെന്ന ശിഷ്ടം വിൽപ്പനയിൽ സമഗ്ര അന്വേഷണത്തിന് വിജിലൻസിനോട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള CPIM-നെയും ഇടതുപക്ഷത്തെയും പ്രതിരോധത്തിലാക്കി. CPIM നേതാക്കളുടെ അറസ്റ്റ് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കി. പക്ഷേ അതിനിടയിൽ ഹൈക്കോടതി വീണ്ടും ഇടപെട്ടു. 2017 ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ദേവസ്വം വിജിലൻസിനോട് ആവശ്യപ്പെട്ടു. സ്വർണം സംഭാവനയായി വാങ്ങിയതിൽ ഗുരുതര ക്രമക്കേടുകളുണ്ടെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. 2017 ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠ നടത്തിയത് UDF ഭരണസമിതിയാണ്. ആ കേസിൽ ഇനി ആരെല്ലാം പെടുമെന്ന് കണ്ടറിയാം. ശബരിമലയുടെ സമഗ്ര വികസനമായി ഉയർത്തിപ്പിടിച്ചാണ് സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. പക്ഷേ നിലവിൽ പുറത്തുവരുന്ന വിവരമനുസരിച്ച് അത് വലിയ തിരിച്ചടിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കണക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവ്യക്തത തുടരുന്നു. കോടതിയിൽ സമർപ്പിച്ച കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുണ്ടെന്നാണ് ഉത്തരവിൽ പറയുന്നത്. പ്രസാദം വാങ്ങിയതിലും കിടക്ക വാങ്ങിയതിലും നിർമ്മാണ പ്രവൃത്തിയിലുമൊക്കെ ആ ക്രമക്കേടുകൾ നിഴലിച്ചു നിൽക്കുന്നുണ്ട്. വിശദീകരണം തേടിയിട്ടുണ്ട് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കോടതിയിൽ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഒരൽപ്പം വിയർക്കേണ്ടി വരും. ഇതിനിടയിലാണ് കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ജീവനക്കാരുടെ സാമ്പത്തിക ഇടപാടുകളിൽ ചില ദുരൂഹതകൾ ഉയർന്നു വന്നത്. അതിലും ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചു. ദ്വാരപാലക പാളി, കട്ടിളപ്പാളി, ആടിയെന്ന ശിഷ്ടം, കൊടിമര പുനഃപ്രതിഷ്ഠ, ഏറ്റവും ഒടുവിൽ ജീവനക്കാരുടെ സാമ്പത്തിക ഇടപാട്. അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 മാസത്തിനിടയിൽ 5 അന്വേഷണത്തിനാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടത്. ഈ കേസിലെ എല്ലാവരും കുടുങ്ങുമെന്ന ഒരു തർക്കവുമില്ല. കാരണം അന്വേഷണത്തിന് നിയന്ത്രണവും അന്വേഷണത്തിന് നിർദ്ദേശവും നൽകുന്നത് ഹൈക്കോടതിയാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.